ഒരു ജീവിതത്തിൽ ഒരാൾക്ക് ഹലോ എവ്രിവൺ. അപ്പം ഒരു എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ആൻഡ് ആക്ച്വലി ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നോർമലുള്ളതിനേക്കാളും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും എന്തൊക്കെയോ ഒരു പോലെ ഇന്നത്തെ ഡേ മൊത്തം കോളാവുന്നു. അങ്ങനെ വീണ്ടും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങിയിട്ട് വീണ്ടും എഴുന്നേറ്റതാണ്. ദെൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പം ചപ്പാത്തി, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഐസ് ബേബിക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞി ഉണ്ടാക്കി. ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ളൊന്നും എനിക്കങ്ങനെ ഐസിക്ക് വയ്യാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു മൂഡിൽ മൊത്തം അങ്ങോട്ട് പോയിട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഐ ജി ബേബിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ മൂഡൊക്കെ അങ്ങോട്ട് മാറി ഐ ജി ബി പോയി. പിന്നെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു 2-3 ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളൊരു 6 മണി 6:30 ആയതോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 7 മണി ആ സമയത്ത് ഇറങ്ങിയത്. നേരെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഐസിക്ക് നല്ലോണം പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ളതിൽ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് തന്നെ ഐസി നല്ല ഉറക്കാട്ടോ. ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങുന്ന പോലെയാണ്. ഭയങ്കര ഉറക്കമായിരുന്നു. ഒന്നും ആളറിഞ്ഞിട്ടില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പനിയാണ്. പിന്നെ കഫക്കെട്ടും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയിട്ട് ഹൈസിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ കുറച്ച് പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മൂവിക്ക് പോവുക, അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പുഷ്പ റിലീസായതൊക്കെ അല്ലായിരുന്നു. അപ്പം ഒന്ന് കാണാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഐസിക്ക് വയ്യാത്തതുകൊണ്ട് ഐസി ഇല്ലാണ്ട് മൂവിക്ക് പോകാനുള്ളൊരു ഇതൊക്കെ കാരണം ഞങ്ങളൊരു ചായ കുടിക്കാൻ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് വാങ്ങി തരുന്നതാണ് കള്ളമക്കായി. അപ്പം മിക്സോളാ നോക്കട്ടെ ഇത് കഴിച്ചിട്ട്. അപ്പം ബീഫ്, അപ്പം മുട്ട. അപ്പം വേണ്ട. പിന്നെ ചായയിലും കല്ലുമ്മക്കായിലാണ് നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ ഡേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വിചാരിച്ചു ഐസ് ബേബിനെ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പം ഐസ് ബേബി ഇല്ലാണ്ട് എന്ത് ഫുഡായിരിക്കും. അപ്പം പിന്നെ ഇതിലൊതുക്കാം. വേറൊരു ദിവസം ഐസ് ബേബിൻ്റെ പനിയൊക്കെ മാറിയിട്ട് വേറൊരു ദിവസം ഒരു മൂവിയൊക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ച് സെറ്റാക്കാന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ചായപ്രാന്തി ആയതുകൊണ്ട് എനിക്ക് ചായപ്പായം കൊണ്ട് തന്നു. പിന്നെ കല്ലുമൊക്കെ നല്ല ചൂട് കല്ലുമൊക്കെ ഉണ്ട്. സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ. എനിക്ക് പിന്നെ അങ്ങനെ പുറത്ത് പോയിട്ട് വലിയ ഹോട്ടലൊന്നും പോയിട്ട് ഫുഡ് കഴിക്കുന്നത് ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ്സൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. സോ നെക്സ്റ്റ് പാനിപ്പൂരി ഉണ്ടാവും. പാനിപ്പൂരി ഉണ്ടാവും. നന്നായിട്ട് ഞങ്ങൾക്ക് പൊതിർന്നു പോകും. തണുപ്പും വെള്ളവും രണ്ടും കൂടി ഒന്നുകൂടി അടുത്ത സാധനം അപ്പം മിക്സാ. അപ്പം കേക്ക് അത് എനിക്കുള്ളത്.
നല്ല സ്പൈസി ആയിട്ടുള്ള പാനിപ്പൂരി. ഇത് നല്ല അപ്പം എഗ്ഗ് മിക്സാണ്. അപ്പം എഗ്ഗ് മിക്സിനകത്ത് വരെ കഴിച്ചിട്ടില്ല. അപ്പം ചിക്കൻ അപ്പം ബീഫ് ഒക്കെ കഴിച്ചിട്ടില്ല. പുട്ട്, ബീഫ് പുട്ട്, ചിക്കൻ. വീട്ടിലെത്തിയാലും അത് ഇതിന്റെ അവസ്ഥയല്ലോ. അപ്പം അങ്ങനെയുണ്ട്. സോ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ബോട്ടിൽ വെള്ളം കിട്ടുമോ? ഈ 2 മിനിറ്റ് ഇങ്ങോട്ട് കാണിക്കല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ അപ്പം മിക്സ് കഴിച്ചിട്ടില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അസി പറഞ്ഞു അസിക്ക് ഹമ്മൂസ് കഴിക്കണം. ഇവർ സ്വതവേ കഴിക്കുന്ന ഒരു കടയാണ്, ഒരു കുഞ്ഞു കടാണ്, ഒരു ചെറിയൊരു കടാണ് കേട്ടോ. നല്ല ചുട്ട ചിക്കനും നല്ല ഹമ്മൂസും ആണ് കിട്ടുക അവിടെ. അത് രണ്ടും ഉള്ളു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു ചിക്കൻ പീസ് വാങ്ങി. കാരണം എനിക്ക് ഫുഡ് അങ്ങനെ വേണ്ട. അങ്ങനെ ഹമ്മൂസ് പിന്നെ എനിക്കിഷ്ടമായതുകൊണ്ട് അതും ഇതാക്കിയിട്ട് ഞങ്ങൾ അത് കഴിച്ചു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി, ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഞങ്ങൾ പോകുന്ന വഴിക്കൊരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. അങ്ങനെ നമ്മുടെ ഒരു അളിയനെ കണ്ടു കേട്ടോ. ഹെൽത്തി ആയിട്ട് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ എടുക്കട്ടെ കുട്ടിക്ക്. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഗൈസ്. ഇതുവരെ ജീവിതത്തിൽ ഒരാൾക്കും കിട്ടാത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് നമ്മളെ സ്വന്തം അളിയെ. അങ്ങനെ ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട്, വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അത്. എന്താ നല്ല ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ കിവിയുമാണ്. പിന്നെ ഹെൽത്തി ആണല്ലോ ഈ ടൈമിൽ വേണ്ടത്, അതുകൊണ്ട് ഓക്കെയാണ്. അങ്ങനെ നേരെ വീട്ടിൽ പോയി. തലേന്ന് ദിവസമേ ഞങ്ങൾ നൈറ്റ് കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റ് കട്ട് ചെയ്യേണ്ട, മോർണിംഗ് ഒക്കെ കട്ട് ചെയ്താൽ മതി എന്ന് പ്ലാനിൽ വീണ്ടും നെക്സ്റ്റ് ഡേ നൈറ്റായിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പിയായി. ഞാൻ ആക്ച്വലി രാവിലെ എണീറ്റപ്പോൾ ഞാൻ നല്ല ക്ഷീണിച്ചിട്ടാണ് എണീറ്റത്. എന്നൊരു പ്രത്യേക തരം ടയേർഡും കാര്യങ്ങളൊക്കെ, പിന്നെ ഐസിയുവിക്ക് വയ്യാത്ത എല്ലാം കൂടെ ഇന്നത്തെ ബർത്ത്ഡേൻ്റെ ഈ ഒരു ഡേ കുളമായി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ അടിപൊളിയായിട്ട് തന്നെ എന്താ നൈസായിട്ട് കുറച്ച് ഹാപ്പി ആയിട്ട് തന്നെ എൻഡായി കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ എൻഡായി. പിന്നെ രാത്രി ആകുമ്പോഴേക്കും ഐസ്വേപ്പിൻ്റെ സുഖമൊക്കെ കുറച്ച് മാറിയപ്പം ഒന്നും കൂടെ ഹാപ്പിയായി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ 28th ബർത്ത്ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. സ്മൂത്തായിട്ട് തന്നെ പോയിട്ടു. ഞാൻ വിചാരിച്ച പോലെ അതിനേക്കാൾ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു. കുട്ടി കുട്ടി മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെറിയ മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്യാൻ മാക്സിമം ചെറിയ കാര്യങ്ങളാണെങ്കിൽ അതിൽ ഹാപ്പിനെസ് കണ്ടെത്താം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.